ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എന്നാൽ നമ്മളിൽ പലരും അത്ര വലിയ ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. സാമ്പത്തിക അച്ചടക്കം അഥവാ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നോക്കൂ, സമ്പാദ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആവും, അല്ലേ? വലിയ വലിയ തുകകൾ. പക്ഷേ സത്യമതല്ല. എക്സാക്ട്ലി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് വളരെ ലളിതമായി നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ദിവസവും അല്ലെങ്കിൽ പോട്ടെ, ഒരാഴ്ചയിൽ വെറുമൊരു 100 രൂപ മാറ്റിവെക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെ, വെറുമൊരു 100 രൂപ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നും. പക്ഷേ സത്യമെന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ തുക പോലും മാറ്റിവെക്കാൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും, ആ പൈസ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആ ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. 100 രൂപ പോലെ ഇത്രയും ചെറിയ ഒരു തുക പോലും മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും 1,00,000 രൂപയൊന്നും സമ്പാദിക്കാൻ നമുക്ക് കഴിയില്ല, ഞാൻ ഗ്യാരണ്ടി. കാരണം എന്താണെന്നോ, സമ്പാദ്യമെന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെക്കുന്ന ആ തുകയുടെ വലിപ്പത്തിലല്ല ഇരിക്കുന്നത്. അതൊരു ശീലമാണ്, അതൊരു മൈൻഡ് സെറ്റാണ്. ഒരു 100 രൂപ മാറ്റിവെക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വലിയ തുകകൾ സേവ് ചെയ്യാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാറ്റിവെക്കുന്ന തുക എത്ര ചെറുതാണെങ്കിലും ശരി, അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ആ ചെറിയ തുക മാറ്റിവെക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ചിന്താഗതിയിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. പണത്തോടുള്ള നമ്മുടെ മനോഭാവം തന്നെ പതിയെ മാറും. കൂടുതൽ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു വല്ലാത്ത കോൺഫിഡൻസ് അത് നമുക്ക് തരും എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ കാര്യം വരുന്നത്. വെറുതെ ഇതൊക്കെ കേട്ട് ചിന്തിച്ചിരിക്കാതെ ഈ നിമിഷം മുതൽ, അതെ, ഇന്നു മുതൽ തന്നെ ഇതൊരു ശീലമാക്കുക. ശരി, നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ തുടങ്ങാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ ചിന്ത അങ്ങ് മാറ്റിവെച്ചേക്ക്. തുക എത്ര ചെറുതുമാകട്ടെ, അത് സ്ഥിരമായി മാറ്റിവെക്കുന്ന ആ ഒരു ശീലം ഇന്ന് തന്നെ തുടങ്ങണം. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാണ് നമ്മുടെയൊക്കെ സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ആ ചെറിയ തുക ഏതാണ്? ഒരു 10 രൂപയാണോ? അതോ 50 രൂപയോ? ഇനി 100 രൂപയോ? ഏതുമാകട്ടെ, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ചെറിയ തുക ഇപ്പോഴൊന്ന് മനസ്സിൽ വിചാരിക്കുക. ആ തുക വെച്ച് നിങ്ങളുടെ സാമ്പത്തിക യാത്ര ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങാൻ തീരുമാനിക്കൂ. കാരണം ഇന്നത്തെ ഈ ചെറിയ ശീലം നാളെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളൂ.